ഒരു രോഗത്താൽ അവൾ പരീക്ഷിക്കപ്പെടും എന്ന് ദൈവമാതാവ് അവളോട് പറഞ്ഞു. ഈ ചിത്രത്തെ പ്രതിയും അവൾക്ക് വളരെ സഹിക്കേണ്ടി വരും. എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. താമസിയാതെ അവൾ രോഗിണിയായി. സഹനങ്ങൾ അവളുടെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. ആ രാത്രി ഈശോ അവളോട് പറഞ്ഞു, പരിഹാര പ്രാർത്ഥനകൾ എനിക്ക് വളരെ സന്തോഷം തരുന്നു. എളിമയും സ്നേഹവുമുള്ള ഒരാത്മാവിൻ്റെ പ്രാർത്ഥന എൻ്റെ പിതാവിൻ്റെ കോപത്തെ ശമിപ്പിക്കുകയും അനുഗ്രഹത്തിൻ്റെ ഒരു പ്രവാഹത്തെ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം അവളുടെ മുറിയിലേക്ക് പോകും വഴി കറുത്ത പട്ടികളുടെ രൂപത്തിൽ പിശാചുക്കൾ അവളെ വളഞ്ഞു. അവളെ കടിച്ചു കീറുമെന്ന പോലെ കുരച്ചുകൊണ്ട് അവ അവളുടെ അടുത്ത് വന്നു. കോപത്തോടെ ഒരെണ്ണം പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനേകം ആത്മാക്കളെ ഈ രാത്രിയിൽ നീ തട്ടിയെടുത്തതിനാൽ ഞങ്ങൾ നിന്നെ കടിച്ചു കീറും. അവൾ മറുപടി പറഞ്ഞു, അതാണ് കാരുണ്യവാനായ ദൈവത്തിൻ്റെ തിരുവിഷ്ടമെങ്കിൽ എന്നെ പിച്ചി ചീന്തുക. കാരണം ഞാനതർഹിക്കുന്നു. ഞാൻ പാപികളിൽ മഹാപാപിനിയാണ്. ദൈവം നിത്യം പരിശുദ്ധനും നീതിമാനും അനന്ത കാരുണ്യവാനുമത്രേ. അപ്പോൾ പിശാചുക്കൾ ഒന്നടങ്കം പറഞ്ഞു, നമുക്ക് രക്ഷപ്പെടാം. അവൾ തനിച്ചല്ല, സർവശക്തൻ അവളോടൊപ്പമുണ്ട്. പെട്ടെന്ന് അവ അപ്രത്യക്ഷമായി. അവൾ തൻ്റെ മുറിയിലേക്കും പോയി. എല്ലാത്തരം പീഡനങ്ങളും ഫൗസ്തീനായ്ക്ക് സഹിക്കേണ്ടി വന്നു. നിന്ദനങ്ങൾ ദിവസേന അവൾ കേൾക്കേണ്ടി വന്നു. ദിവ്യകാരുണ്യ സ്വീകരണം അവളെ ശക്തിപ്പെടുത്തി. വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത ഒരു ദിവസത്തെപ്പറ്റി അവൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. അടുത്ത ദിവസം പ്രഭാത ധ്യാന സമയത്ത് തൻ്റെ ശിരസിൻ്റെ ഇടതുഭാഗത്ത് കൂർത്ത മുള്ള് തറഞ്ഞ അനുഭവം ഫൗസ്തീനായ്ക്കുണ്ടായി. അന്നു മുതൽ ആ വേദന തുടർന്നു. ഈശോയ്ക്ക് എങ്ങനെ ഈ മുള്ളുകളുടെ എല്ലാം വേദന സഹിക്കാൻ പറ്റുന്നു എന്നതായിരുന്നു അവളുടെ ധ്യാന വിഷയം. തൻ്റെ വേദന ഈശോയുടെ സഹനത്തോട് ചേർത്തുകൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനു വേണ്ടി അവൾ സമർപ്പിച്ചു. 1935 ജൂൺ 9 വൈകുന്നേരം ഫൗസ്തീന പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ അവൾ ഈ വാക്കുകൾ കേട്ടു, നിങ്ങളുടെ യാചനകളാൽ നീയും നിന്റെ കൂട്ടുകാരും നിങ്ങൾക്കും ലോകം മുഴുവനായും കാരുണ്യം നേടും. ഒരു പുതിയ സഭ തുടങ്ങണമെന്ന ബോധ്യം അവളിൽ ഉടലെടുത്തു. അതാണ് അവളെ പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതിയെന്നും അവൾക്ക് തോന്നി. കുമ്പസാരക്കാരനോട് ഈ വിവരം പറഞ്ഞപ്പോൾ കഴിവ് കുറഞ്ഞ ആത്മാക്കളെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് ദൈവം ഉപയോഗിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ സഭ തുടങ്ങുവാനായി സ്വന്തം സമൂഹത്തെ വിട്ടുപിരിയുക എന്നത് അവൾക്ക് വലിയൊരു ആന്തരിക പോരാട്ടം തന്നെയായിരുന്നു. 1935 ഓഗസ്റ്റ് 5 കാരുണ്യമാതാവിൻ്റെ തിരുനാൾ ദിവസം. അമ്മയുടെ പ്രത്യേക സംരക്ഷണം അനുഭവിക്കുന്ന ഒരു സഭയിൽ നിന്ന് പോകുന്നതിലെ വേദന അവൾ മാതാവിനോട് പറഞ്ഞു. 1935 സെപ്റ്റംബർ 13 ദൈവകാരുണ്യം ലോകത്തിനായി നേടുവാനുള്ള ശക്തമായൊരു മാർഗത്തെപ്പറ്റി ഈശോ ഫൗസ്തീനായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അടുത്ത ദിവസം അവൾ ചാപ്പലിലേക്ക് കയറവേ ഒരു ആന്തരിക സ്വരം അവൾ കേട്ടു. ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ഓരോ ദിവസവും ചാപ്പലിൽ കയറുമ്പോഴും നീ പ്രാർത്ഥിക്കുക. അവളത് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും സ്വരം കേട്ടു, ഈ പ്രാർത്ഥന എൻ്റെ കോപം ശമിപ്പിക്കാൻ പ്രാപ്തമാണ്. നീ ഇത് 9 ദിവസം ജപമാല മണികളിൽ ചൊല്ലണം. ഈ കരുണക്കൊന്ത അവളുടെ സമൂഹത്തിൽ ആരംഭിക്കുവാനും ലോകം മുഴുവനിലും പരിചയപ്പെടുത്തുവാനും ഈശോ അവളോട് ആവശ്യപ്പെട്ടു. 1936 അവളുടെ ആധ്യാത്മിക പിതാവ് മൈക്കൽ കരുണയുടെ പടത്തിൻ്റെ മറുപുറത്ത് അതടുപ്പിച്ചു. പുതിയ സഭയെ പറ്റിയുള്ള ചിന്തകൾ അവളിൽ കൂടിക്കൂടി വന്നു. ഡിസംബർ 21 ഫാദർ മൈക്കിളിൻ്റെ നിർദ്ദേശപ്രകാരം അവൾ പോയി ഒരു പഴയ വീട് കണ്ടു. മഠത്തിനായി അവൾ ദർശനത്തിൽ കണ്ട അതേ വീട് തന്നെ. അതിൽ മുറികൾ ക്രമപ്പെടുത്തേണ്ട വിധമൊക്കെ അദ്ദേഹം പറഞ്ഞുകൊടുത്തു. കർത്താവ് അവളോട് പറഞ്ഞ പോലെ തന്നെയായിരുന്നു അവയൊക്കെ. 1936 ജനുവരി 1 ഫൗസ്തീന സിൽനിയൂസിലെ മെത്രാപോലിത്തയെ കണ്ട് ലോകത്തിനു വേണ്ടി ദൈവകാരുണ്യം പ്രാർത്ഥിക്കുവാനായി ഒരു സന്യാസ സഭ സ്ഥാപിക്കണമെന്ന കർത്താവിൻ്റെ ആവശ്യം അദ്ദേഹത്തെ വീണ്ടും അറിയിച്ചു. സെപ്റ്റംബർ 19 ഫൗസ്തീന ശ്വാസകോശത്തിൻ്റെ ചികിത്സയിൽ പ്രാവീണ്യമുള്ളൊരു ഡോക്ടറെ കണ്ടു. അവളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഈ സഹനത്തിന് ശേഷം അവൾക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. കരുണയുടെ തിരുനാളിനെ പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമാണിത്. എൻ്റെ മകളെ, ചിന്തയ്ക്കതീതമായ എൻ്റെ കാരുണ്യത്തെപ്പറ്റി എല്ലാവരോടും പറയുക. ഈ കരുണയുടെ തിരുനാൾ എല്ലാ ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് പാപികൾക്ക് ഒരു അഭയമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ ആർദ്രമായ കരുണയുടെ അത്യഗാധങ്ങൾ തുറക്കപ്പെട്ടിരിക്കും. കരുണയുടെ ആ സ്രോതസ്സിനെ സമീപിക്കുന്ന ആത്മാക്കൾക്ക് ഞാൻ കൃപാസാഗരം തന്നെ തുറക്കും.
അന്ന് കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുന്നവർക്ക് പാപങ്ങളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും പൂർണ്ണ വിമോചനം ലഭിക്കും. കൃപയൊഴുകുന്ന എല്ലാ ദൈവിക കവാടങ്ങളും അന്ന് തുറന്നു വച്ചിരിക്കും. പാപങ്ങൾ കടുത്തതാണെങ്കിലും ആരും എന്നെ സമീപിക്കുവാൻ ഭയപ്പെടാതിരിക്കട്ടെ. മനുഷ്യൻ്റെയും മാലാഖമാരുടെയും മനസ്സുകൾക്ക് പോലും നിത്യതയിലൂടെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ പറ്റാത്ത വിധം അത്രയ്ക്കും വലുതാണ് എൻ്റെ കരുണ. എൻ്റെ ഏറ്റവും ആർദ്രമായ കാരുണ്യത്തിൻ്റെ ഉറവിടത്തിൽ നിന്നാണ് അസ്തിത്വമുള്ളതെല്ലാം ഉളവായിരിക്കുന്നത്. എന്നോട് ബന്ധപ്പെടുന്ന എല്ലാ ആത്മാക്കളും എൻ്റെ സ്നേഹവും കരുണയും നിത്യതയിൽ ധ്യാനിക്കും. കരുണയുടെ തിരുനാൾ പുതുഞാറാഴ്ച ആഘോഷമായി കൊണ്ടാടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കരുണയുടെ ഉറവിടത്തിലേക്ക് തിരിയാതെ മാനവകുലത്തിന് ശാന്തി ലഭിക്കില്ല. ഈ സന്ദേശം 15 പ്രാവശ്യം ഫൗസ്തീനയോട് കർത്താവ് ആവർത്തിച്ച് നൽകിയതിൽ നിന്നും അത് അവിടത്തേക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് വ്യക്തമാണ്. അവളുടെ രോഗം ക്ഷയമാണെന്ന് ഡോക്ടർ കണ്ടെത്തി. രോഗം മറ്റു കന്യാസ്ത്രീകൾക്ക് പകരാതിരിക്കുവാൻ അവളെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക മുറിയിലേക്ക് മാറ്റി. എന്നാൽ അവളുടെ അനുദിന ജോലികളിൽ നിന്ന് ഒഴിവ് കൊടുത്തില്ല. സഹോദരിമാരിൽ ചിലർ അവൾ രോഗം അഭിനയിക്കുകയാണെന്ന് പറഞ്ഞ് അവളെ മുറിപ്പെടുത്തി. എന്നാൽ അവളെല്ലാം നിശബ്ദമായി സഹിച്ചു. ഈ ധ്യാനവേളയിൽ അവിടുത്തെ കാരുണ്യത്തോടുള്ള ഭക്തി എന്തിലടങ്ങിയിരിക്കുന്നുവെന്ന് ഈശോ അവൾക്ക് വെളിപ്പെടുത്തി. നിന്റെ അയൽക്കാരോട് കരുണ കാട്ടുവാൻ 3 വഴികൾ ഞാൻ പറയാം: പ്രവൃത്തി, വാക്ക്, പ്രാർത്ഥന. ഇവ 3ലും കൂടി കാരുണ്യത്തിൻ്റെ പൂർണ്ണരൂപം കാണാൻ പറ്റും. എന്നോടുള്ള സ്നേഹത്തിൻ്റെ യഥാർത്ഥ തെളിവാണിത്. അതുപോലെ കരുണയുടെ തിരുനാൾ ആഘോഷിച്ചും ചിത്രം വണങ്ങിയും എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുക. ഫൗസ്തീന പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും ലോകമെമ്പാടുമുള്ള പാപികളുടെ ആത്മാക്കളെ നേടുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരുന്നു. അവൾ അംഗമായിരുന്ന സഭ വിട്ട് പുതിയ സഭ സ്ഥാപിക്കുന്ന കാര്യത്തെപ്പറ്റി കർത്താവിൽ നിന്നും വ്യക്തമായ അടയാളം ലഭിക്കുന്നിടം വരെ കാത്തിരിക്കുവാൻ മദർ ജനറൽ അവളോട് ആവശ്യപ്പെട്ടു. അതവൾക്ക് ആന്തരികമായി ശാന്തി നൽകി. 1936 ഡിസംബർ 9 പ്രാട്നിക്കിലെ ക്ഷയരോഗ ആശുപത്രിയിൽ 3 മാസത്തെ ചികിത്സയ്ക്ക് വേണ്ടി ഫൗസ്തീനയെ പ്രവേശിപ്പിക്കാൻ അധികാരികൾ തീരുമാനിച്ചു. ആശുപത്രിയിലെ ഈ താമസവേളയിലാണ് മരണാസന്നരുടെ ആവശ്യത്തെപ്പറ്റിയും കരുണക്കൊന്ത വഴി അവരെ എപ്രകാരം സഹായിക്കാമെന്നതിനെപ്പറ്റിയും അവൾക്ക് അവബോധം ലഭിച്ചത്. ആത്മാവിൽ ശാന്തി കിട്ടും വരെ അവൾ പ്രാർത്ഥിച്ചിരുന്നു. മരണാസന്നരോട് വളരെ പ്രത്യേകമായൊരു ബന്ധം ദൈവം അവൾക്ക് കൊടുത്തു. ഡിസംബർ 27 ഫൗസ്തീന വീണ്ടും ആശുപത്രിയിൽ തിരിച്ചെത്തി. ഈശോ എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ അവളുടെ ആത്മാവ് ദൈവത്തിലേക്ക് കുതിച്ചുയരുമായിരുന്നു. ഈ സമയത്താണ് ദൈവകാരുണ്യ സ്തുതിപ്പുകൾ ഒരു ലുത്തീനിയ രൂപത്തിൽ എഴുതാൻ അവൾക്ക് പ്രചോദനമുണ്ടായത്. അത് വായിച്ച് സംശയഗ്രസ്തർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി തീരട്ടെ എന്നവൾ പ്രത്യാശിച്ചു. ഫാദർ മൈക്കിൾ പിന്നീടത് പ്രസിദ്ധീകരിച്ചു. കരുണയുടെ തിരുനാളിന് ഒരുക്കമായൊരു നൊവേന നടത്തുവാൻ കർത്താവ് അവളെ പ്രചോദിപ്പിച്ചു. ഈ തിരുനാളിൻ്റെ അംഗീകാരം എത്രയും വേഗം ലഭിക്കാനായി മാർപ്പാപ്പയെയും വൈദികരെയും പ്രചോദിപ്പിക്കാനായി അവൾ ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനായി ദിവ്യകാരുണ്യ സന്നിധിയിൽ അവൾ 1 മണിക്കൂർ ആരാധന നടത്തി. നൊവേനയുടെ 7ാം ദിവസം കർത്താവ് ഈ തിരുനാളിൻ്റെ അംഗീകാരത്തെ പറ്റിയുള്ള ദർശനം അവൾക്ക് നൽകി. ആ ദർശനത്തിൻ്റെ അവസാനത്തിൽ ദൈവത്തെ പറ്റിയുള്ള വലിയ ആധ്യാത്മിക ജ്ഞാനം അവളുടെ ബുദ്ധിയിലേക്ക് നിവേശിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആഴത്തെപ്പറ്റി. സെപ്റ്റംബറിലെ അവസാന ദിവസം ഒരു സാധു യുവാവ് ചെരുപ്പില്ലാതെ കീറിയ വസ്ത്രവുമായി പടിവാതിൽക്കൽ വന്നു. തണുത്ത് വിശന്നു വലഞ്ഞ അവൻ ഭക്ഷിക്കുവാൻ എന്തെങ്കിലും തരണമെന്നപേക്ഷിച്ചു. ഫൗസ്തീന അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോൾ അല്പം സൂപ്പ് മാത്രമാണ് കിട്ടിയത്. അത് ചൂടാക്കി അല്പം റൊട്ടിയും അതിൽ പൊടിച്ചിട്ട് അവന് കൊടുത്തു. കാലിയായ പാത്രം അവൾ തിരികെ വാങ്ങവേ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവാണ് താനെന്ന സത്യം അവൾക്ക് വെളിപ്പെടുത്തി. അവിടുന്ന് അപ്രത്യക്ഷനായി. അന്ന് തന്നെ ഒക്ടോബർ 10 കരുണയുടെ ഭക്തിയുടെ ഒരു സുപ്രധാന ഘടകമായ മഹാകാരുണ്യത്തിൻ്റെ മണിക്കൂർ എന്ന സന്ദേശം ഈശോ അവൾക്ക് കൊടുത്തു. 3 മണിക്ക് എൻ്റെ കാരുണ്യത്തിനായി യാചിക്കുക, പ്രത്യേകിച്ച് പാപികൾക്ക് വേണ്ടി. അല്പസമയമെങ്കിലും എൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിച്ച് അതിൽ നിമഗ്നയാവുക, പ്രത്യേകിച്ച് കഠിനമായ എൻ്റെ പരിത്യക്ത ദുഃഖത്തെപ്പറ്റി. ലോകം മുഴുവനും വേണ്ടിയുള്ള മഹാകരുണയുടെ മണിക്കൂറാണിത്. എൻ്റെ മരണകരമായ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ഞാൻ നിന്നെയും അനുവദിക്കും. എൻ്റെ പീഡാസഹനത്തെ പ്രതി നീ ചോദിക്കുന്നതൊന്നും ഞാൻ ഈ സമയത്ത് നൽകാതിരിക്കില്ല. മകളെ, ആ മണിക്കൂറിൽ കുരിശിൻ്റെ വഴി ചെയ്യുവാൻ ശ്രമിക്കുക.
അതും സാധ്യമല്ലെങ്കിൽ ചാപ്പലിൽ ദിവ്യകാരുണ്യത്തിന് മുന്നിൽ എൻ്റെ കാരുണ്യ ഹൃദയത്തെ ആരാധിക്കുക. ഇതും സാധ്യമല്ലെങ്കിൽ നീ ആയിരിക്കുന്നിടത്ത് പ്രാർത്ഥനയിൽ മുഴുകുക. എൻ്റെ കാരുണ്യത്തെ മനുഷ്യർ ആദരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഈ രഹസ്യത്തെപ്പറ്റി ഏറ്റവും ആഴമായ അറിവ് നൽകപ്പെട്ട നീ അപ്രകാരം ചെയ്യണം. ഫൗസ്തീന ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചു. ഫൗസ്തീന 3 മണിക്ക് ചാപ്പലിൽ സാഷ്ടാംഗം പ്രണമിച്ച് പ്രാർത്ഥിക്കുന്നതായി മറ്റ് സഹോദരിമാരും കുട്ടികളും പിന്നീട് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. കർത്താവിൻ്റെ ഹിതം അവൾ നിറവേറ്റി.